ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമുകളെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാമുകളെ കുറിച്ചാണ്. ഞാൻ ഈ പി ടിയുടെ മാത്രം വീഡിയോകൾ ഇട്ട് പി ടി മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ പി ടിയുടെ മാത്രം വീഡിയോസൊക്കെ ഇടുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, പല പ്രൊഫഷനുള്ളവർ, സാർ ഇത് ഞങ്ങൾക്ക് പറ്റുന്ന എക്സാമാണോ? ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു ഫാർമസിസ്റ്റാണ്, ഞാനൊരു നേഴ്സാണ്, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഇത് എക്സാം എഴുതാൻ പറ്റുമോ? കൂടുതലും ഈ OET IELTS ഒക്കെയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. പി ടി അത്രയും ഫെമിലിയർ അല്ല എന്നുള്ള രീതിയിലുള്ളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ OET എന്താണ്, IELTS എന്താണ്, PT എന്താണ്, ഇത് ഏതൊക്കെ പ്രൊഫഷണൽസിന് എഴുതാൻ പറ്റും, ഏതൊക്കെ രാജ്യത്ത് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു അല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപാട് നേരം എടുക്കാതെ സംഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യത്തുള്ളോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിരിക്കണം. അതിന് നേരത്തെ പണ്ട് തൊട്ടുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് IELTS ആണ്. അതിനുശേഷം ഒരു 2018 OET എക്സാം നേരത്തെ ഉണ്ട്. ഒരു 2018 UK-യിലും അയർലൻഡിലും ഒക്കെ ഈ OET എക്സാം ആക്സെപ്റ്റഡ് ആയി. OET എന്ന് പറഞ്ഞാൽ ഒക്കുപ്പേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ്. അതൊരു സ്പെസിഫിക് പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമാണ്. അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ OET നേഴ്സുമാർക്ക് എഴുതാം, ഡോക്ടേഴ്സിന് എഴുതാം, ഫാർമസിസ്റ്റിന് എഴുതാം, ഫിസിയോതെറാപ്പിസ്റ്റിന് എഴുതാം. അങ്ങനെ പല മെഡിക്കൽ റിലേറ്റഡ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനുള്ള എക്സാമാണ് OET എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ പ്രൊഫഷൻ അനുസരിച്ച് എക്സാമിൻ്റെ ഈ കണ്ടന്റിനും എക്സാമിൻ്റെ പാറ്റേണിൻ്റെ അകത്തും വ്യത്യാസം ഉണ്ടാകും കേട്ടോ. ഈ നേഴ്സുമാർക്കുള്ള OET അല്ല ഡോക്ടേഴ്സിനുള്ള OET അല്ല ഫാർമസിസ്റ്റിന്. ഇങ്ങനെ പല പ്രൊഫഷണൽസിന് അനുസരിച്ച് ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനുശേഷം ഉള്ള വേറൊരു എക്സാമാണ്, അതുപോലെ തന്നെയുള്ള വേറൊരു എക്സാമാണ് PT എന്ന് പറയും, പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്. അതും നേരത്തെ തൊട്ട് ഉണ്ട്. പക്ഷേ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ മാത്രമായിരുന്നു പൊതുവെ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നേഴ്സുമാർക്കായിട്ട്. അല്ല, മറ്റ് പ്രൊഫഷണൽസിനൊക്കെ സ്റ്റുഡൻറ്റ് വിസയ്ക്കും മറ്റ് പർപ്പസിനൊക്കെ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള എക്സാം തന്നെയാണ് PTയും. പക്ഷേ IELTSൻ്റെയും OETയുടെയും അത്രയും പോപ്പുലർ ആയിട്ടുള്ള എക്സാം അല്ല. റീസെൻ്റ്ലി ആണ് അത് നല്ല ഒരു പോപ്പുലാരിറ്റിയിലോട്ടും സ്റ്റുഡൻസ് കൂടുതൽ എഴുതുന്ന ഒരു എക്സാമായിട്ട് മാറിയത്. ഇപ്പോൾ കാനഡയിൽ പോലും നേഴ്സുമാർക്ക് ഈ എക്സാം അക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പർപ്പസിലോട്ട് പോകാം. എന്തിനാണ് ഈ IELTS, OET, PT ഒക്കെ എഴുതുന്നത്? ഞാൻ പറഞ്ഞല്ലോ, IELTS, PT നമുക്ക് സ്റ്റുഡൻറ്റ് വിസ പർപ്പസിനൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. സ്റ്റുഡൻറ്റ് വിസ, മൈഗ്രേഷൻ, ഈ പർപ്പസിനൊക്കെ ആയിട്ട് IELTS, PT. IELTSനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, IELTS അക്കാഡമിക്, IELTS ജനറൽ. IELTS അക്കാഡമിക് നമ്മൾ ഈ യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാനും പല ജോബ് പർപ്പസിനായിട്ടൊക്കെ IELTS അക്കാഡമിക്ക്, PT അക്കാഡമിക്കൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. IELTS ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈഗ്രേഷൻ പർപ്പസിനൊക്കെ ആയിട്ടാണ്. നമ്മളൊരു PR-നൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് IELTS ജനറൽ. അതേ പർപ്പസ് തന്നെയാണ് PT കോർ എന്ന് പറയും. ഈ IELTS ജനറലിൻ്റെ പോലെ സംഭവമാണ് PT കോർ എന്ന് പറയും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ പല പർപ്പസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. OET എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ടിയുള്ള ഒരു എക്സാമാണ്. അപ്പോൾ അതാണ് ഈ എക്സാമുകളുടെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമല്ലോ. ഇപ്പോൾ IELTS എഴുതുന്നത് എന്തിനാണ്, PT എഴുതുന്നത് എന്തിനാണ്, OET എഴുതുന്നത് എന്തിനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഫോമാറ്റ്, ഇതിൻ്റെ ഒരു ടെസ്റ്റ് ടൈപ്പ്. IELTS, OET മോസ്റ്റ്ലി പേപ്പർ ബേസ്ഡ് എക്സാമാണ്, IELTSും OET. എന്നാൽ ഇപ്പോൾ റീസെൻ്റ്ലി അതിന് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസും അവർ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. റീസെൻ്റ്ലി IELTSന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കൊച്ചിയിലൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്, എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. OETയിലും ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് അവർ പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ PT എന്ന് പറഞ്ഞാൽ അതെന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയും ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടൊരു എക്സാമാണ്. ഹ്യൂമൻ ഇൻ്റർഫറൻസ് ഇല്ല. അതാണ് PTയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. PT ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഞാനത് എഴുതാൻ പറയുന്നൊരു എക്സാമാണ്. എന്തുകൊണ്ടാണ് PT ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടൊരു എക്സാമാണ്. ഞാൻ വർഷങ്ങളോളം IELTS ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. IELTS, OET ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ദീർഘവർഷങ്ങളോളം ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഏറ്റവും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് PT തന്നെയാണ്. കാരണം നമ്മൾ ഏതൊരു എക്സാമിന് എഴുതുമ്പോഴും ഒരു ഹ്യൂമൻ എക്സാമിനർ ആണെങ്കിൽ ആ എക്സാമിനറിന് ഒരു പ്രജുഡിസ് ഉണ്ട്, ഒരു മുൻവിധിയുണ്ട്.
നമ്മളിപ്പോൾ എന്തെങ്കിലും ചില ഫ്രേസുകളോ അല്ലെങ്കിൽ ചില സെൻറ്റൻസ് സ്ട്രക്ചറുകളോ നമ്മൾ എന്തെങ്കിലും കാണാപ്പാഠം പഠിച്ചുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ എക്സാമിനർ ആണെങ്കിൽ അതിന് മാർക്ക് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം PTക്ക് ആണെങ്കിൽ ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടൊരു എക്സാം. നമ്മുടെ സ്പീക്കിംഗ് പോലും നമ്മളൊരു കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്നത്. അതേസമയം IELTS-നാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറഞ്ഞാലും അത് ലിസണിങ്ങിനും റീഡിങ്ങിനും റൈറ്റിങ്ങും മാത്രമേ ഉള്ളൂ. സ്പീക്കിങ്ങിന് ഒരു ഹ്യൂമൻ എക്സാമിനർ തന്നെ ഓൺലൈനിൽ ടെസ്റ്റ് നടത്തി മാർക്ക് ഇടുന്ന സംവിധാനമാണ്. അതേസമയം PTക്ക് അങ്ങനെ ഇല്ല. PTയെ സംബന്ധിച്ചിടത്തോളം അത് ഫുള്ളി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ഒരു ഹ്യൂമൻ ഇൻ്റർഫറൻസും അതിൻ്റെ അകത്തില്ല. പക്ഷേ ഈ നവംബർ 4 മുതൽ, അതായത് നവംബർ 4, 2024 ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സ്പീക്കിങ്ങിലെ 2 സെക്ഷനുകൾ, അതായത് ഡിസ്ക്രൈബ് ഇമേജും റീറ്റെൽ ലെക്ചറും എന്ന് പറയുന്ന 2 സെക്ഷനുകൾ, അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ഹ്യൂമൻ എക്സാമിനറും കൂടി ഇവാലുവേറ്റ് ചെയ്തേക്കാം എന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അത് ഇംപ്ലിമെൻ്റ് ആയി വരുന്നതേ ഉള്ളൂ. ഇൻ ദ ലോങ് റൺ അത് എത്രത്തോളം വർക്കാവും എന്നൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അങ്ങനെ ഒരു അപ്ഡേറ്റ് ഔദ്യോഗികമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു സ്റ്റുഡൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊന്നും, അല്ലെങ്കിൽ ഒരു പ്രജുഡിസോട് കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ഒരിക്കലും PTക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് PTയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെസ്റ്റ് സെക്ഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് ഫോർമാറ്റ് നമുക്കറിയാമല്ലോ. PT ആണെങ്കിലും OET ആണെങ്കിലും IELTS ആണെങ്കിലും സ്പീക്കിങ്, റൈറ്റിംഗ്, ലിസണിങ്, റീഡിങ്. അപ്പോൾ ഈ ഒരു 4 മൊഡ്യൂൾസായിട്ടാണ് 4 സെക്ഷൻസായിട്ട് തന്നെയാണ് 4 മൊഡ്യൂൾസായിട്ട് തന്നെയാണ് PTയും IELTSും OETയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ PTയുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഉദാഹരണം ഇപ്പോൾ IELTS, OET നമ്മൾ സ്പീക്ക് ചെയ്യുന്നു, സ്പീക്കിങ്ങിൻ്റെ മാർക്ക് ഇടുന്നു. പക്ഷേ PTയിൽ ഇപ്പോൾ സ്പീക്കിങ്ങിൻ്റെ അകത്തെ പല സെക്ഷനുകളുടെയും മാർക്കുകൾ മറ്റ് സെക്ഷനും കൂടെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിശദീകരിക്കുന്ന വേറൊരു വീഡിയോ ഒക്കെ നിശ്ചയമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം കൺഫ്യൂസിങ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനത് ഇപ്പോൾ ഒഴിവാക്കുന്നു. എങ്കിലും 4 സെക്ഷൻസായിട്ട് തിരിച്ചിട്ടുണ്ട്. താരതമ്യേന എളുപ്പമായിട്ട് PT നമുക്ക് ചെയ്യാൻ പറ്റും മറ്റ് എക്സാമുകളെക്കാട്ടിൽ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ടെസ്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഒരു 2.25 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ചിലപ്പോൾ എടുത്തെന്നിരിക്കാം. സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് ചിലപ്പം അന്ന് തന്നെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, അല്ലെങ്കിൽ വേറൊരു ദിവസമായിരിക്കും, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പേ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. OET ആണെങ്കിലും ഒരു 3 മണിക്കൂറോളം നടത്തപ്പെടുന്ന ഒരു എക്സാമാണ്. 2.5-3 മണിക്കൂറോളം ഉണ്ട്. പിന്നെ സ്പീക്കിങ്ങിൻ്റെ ഡേറ്റ് വേറൊരു ദിവസമായിരിക്കും, അല്ലെങ്കിൽ അന്ന് തന്നെ ആയിരിക്കാം, അങ്ങനെ പല സംഭവം. അതേസമയം PT ആണെങ്കിൽ അവിടെയാണ് PTയുടെ ഒക്കെ വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത്. 2 മണിക്കൂറിൻ്റെ ഒരു ടെസ്റ്റ്. രാവിലെ 9 മണി തൊട്ട് 9 മണിക്കാണ് എക്സാം വന്നിരിക്കട്ടെ, 9 മണി തൊട്ട് 11 മണി വരെ എക്സാം. അല്ല, ഇപ്പം നിങ്ങൾക്ക് 12 മണിക്കാണ് എക്സാമെങ്കിൽ 12 മണി തൊട്ട് 2 മണി വരെ എക്സാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ 2 മണിക്കൂർ കൊണ്ട് തീരുന്നൊരു പരിപാടി. കേരളത്തിൽ 3 സെൻറ്ററാണ് PTക്കുള്ളത്. അത് 3 കൊച്ചിയിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഡേറ്റ് എടുത്ത് വന്ന് എക്സാം എഴുതാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഒരു 11:30 എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 12:30-1:30 ആകുമ്പോഴത്തേക്ക് പരിപാടി തീരും. ഒരു ദിവസം തന്നെ ഒരു 3-4 എക്സാമുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. 9 മണിയുടെ എക്സാം, 11:30 എക്സാം, പിന്നെ 2 മണിയുടെ ഒരു എക്സാം, അങ്ങനെ പല ടൈമിലായിട്ട് എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ PT എന്ന് പറയുന്നത് 2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന, അതായത് 4 സെക്ഷനും കൂടെ, സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും 4 എണ്ണം കൂടെ 2 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന വളരെ ലളിതമായൊരു എക്സാമാണ് അത് PT എന്ന് പറയുന്നത്. ഈ എളുപ്പം എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ IELTS-നെയും OET-യെക്കാട്ടിലും എന്നുള്ളതാണ്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ പോയി എഴുതി കഴിഞ്ഞാൽ അങ്ങ് പാസ്സാകും അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, ആ ഒരു അർത്ഥത്തിലല്ല ഞാനത് പറയുന്നത് കേട്ടോ. താരതമ്യേന, മനസ്സിലായോ, IELTS-നെയും OET-യെക്കാട്ടിലും ഭേദമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സെൻസിലേ അത് എടുക്കാവൂ. അല്ല PT ഭയങ്കര എളുപ്പമാണ് അങ്ങനെയല്ല. അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ച് പോയി ചുമ്മാ ഒരു പ്രാക്ടീസും ഇല്ലാതെ എഴുതുന്നവർക്ക് സ്കോർ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇനി ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് IELTS ആണെങ്കിൽ ഒരു 14 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും എടുത്തിരിക്കാം. OET ആണെങ്കിൽ ചിലപ്പോൾ ഒരു 21 ദിവസം വരെ എടുക്കാം, ചിലപ്പോൾ 2 ആഴ്ചകളിലൊക്കെ വരാം, അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ റിസൾട്ട് വരാനെടുക്കാം. അവിടെയാണ് PTയുടെ പ്രത്യേകത. ഇന്ന് രാവിലെ നിങ്ങൾ 9 മണിക്ക് എക്സാം എഴുതിയിരിക്കട്ടെ, ചിലപ്പോൾ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് റിസൾട്ട് വരും. അല്ല എങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഡിലേ ആയി, മാക്സിമം പോയ 2 ദിവസം എടുക്കും.
അതിൻ്റെ അപ്പുറത്ത് ഇത് പോകാൻ നേരത്തെ എന്ന് പറഞ്ഞാൽ 4 to 5 days ഒക്കെ പറയായിരുന്നു. ഇപ്പം മാക്സിമം 2 ദിവസം, 2 ദിവസമൊക്കെ തന്നെ വളരെ കൂടുതലാണ്. രാവിലെ എക്സാം കഴിഞ്ഞാൽ വൈകുന്നേരം റിസൾട്ട് വരും, അല്ല എങ്കിൽ 2 ദിവസം. അതാണ് PT യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാം ഫീസ് എന്ന് പറയുന്നത്, എക്സാം ഫീസ് നിങ്ങൾ OET എഴുതുവാണെങ്കിൽ വലിയൊരു തുകയാണ്. ഇന്ത്യൻ ഒരു റുപ്പീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു 30,000 35,000 രൂപയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരു പെർ എക്സാം എഴുതുന്നതിന് നിങ്ങൾക്ക് എഴുതണം. കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ മുടക്കേണ്ടി വരും. അതേസമയം IELTS എന്ന് പറയുമ്പോൾ ഒരു 17,000 18,000 ആ റേഞ്ചിലാണ് അതിൻ്റെ ഒരു ഫീസ് വരുന്നത്. PTക്ക് ഒഫീഷ്യലി ഇന്ത്യയിൽ 17,000 രൂപയാണ് എക്സാം ഫീസ് അവർ പറയുന്നത്. പക്ഷേ നമുക്ക് അത് കൂപ്പൺ കോഡൊക്കെ വെച്ചിട്ട് ഇപ്പം നമ്മൾ PT സ്റ്റോറീസ് ത്രൂ ആണ് ബുക്കൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 14,000 രൂപയ്ക്ക് എക്സാം ഒക്കെ എഴുതാൻ പറ്റും 14,000. അതായത് നിങ്ങൾ OET ഒരു തവണ എഴുതുന്ന പൈസയ്ക്ക് വേണമെങ്കിൽ PT 2 തവണ എഴുതാം. മനസ്സിലായി? അപ്പോൾ അത്ര ഒരു ഹ്യൂജ് ഡിഫറൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇനി എവിടേക്ക് ഇത് അംഗീകരിച്ചിരിക്കുന്നു, അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത് എവിടെയൊക്കെ അംഗീകരിച്ചിരിക്കുന്നു? IELTS, OET, PT. IELTS എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് ലോകം മുഴുവൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പം നേഴ്സിംഗ് കൗൺസിൽസ് ആണെങ്കിലും ഇപ്പം ജോബ് റിലേറ്റഡ് കാര്യത്തിനാണെങ്കിലും മൈഗ്രേഷൻ പർപ്പസിനാണെങ്കിലും അത് IELTSൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. IELTS എല്ലായിടത്തും ആക്സെപ്റ്റഡ് ആണ്. കാരണം അത് പണ്ട് മുതലേ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ആർക്കും ഒരു ഡൗട്ടൊന്നുമില്ല, ഒരുമാതിരി എല്ലായിടത്തും ആക്സെപ്റ്റഡ് ആണ്. OET എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സസ്, ഡോക്ടേഴ്സ്, ഫാർമസിസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് അവർക്ക് UK ആക്സെപ്റ്റഡ് ആണ്, അയർലൻഡ് ആക്സെപ്റ്റഡ് ആണ്, ഓസ്ട്രേലിയ ആക്സെപ്റ്റഡ് ആണ്, ന്യൂസിലൻഡ് ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ പല രാജ്യത്തും ആക്സെപ്റ്റഡ് ആണ്. കാനഡയിൽ ആക്സെപ്റ്റഡ് ആണ്, US തന്നെ പല സ്റ്റേറ്റുകളിലും ആക്സെപ്റ്റഡ് ആണ്. എല്ലാ സ്റ്റേറ്റിലും ആക്സെപ്റ്റഡ് അല്ല, പല സ്റ്റേറ്റുകളിലും ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ലോങ് റൺ അത് വരും, ആക്സെപ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ നേഴ്സുമാർക്ക് അത് ചെയ്യാം. PT എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആക്സെപ്റ്റഡ് ആണ്. യൂണിവേഴ്സിറ്റീസിലും അല്ലെങ്കിൽ കോളേജസിലെ ആപ്ലിക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യേണ്ടിടത്തൊക്കെ മിക്കവാറും ഉള്ളിടത്തെല്ലാം ഇപ്പോൾ ഇത് ആക്സെപ്റ്റഡ് ആണ്. പക്ഷേ നേഴ്സുമാർക്ക് UK അയർലൻഡിലും ആക്സെപ്റ്റഡ് ആയിട്ടില്ല ഇതുവരെ. പക്ഷേ അധികം വൈകാതെ തന്നെ ഇത് ആക്സെപ്റ്റഡ് ആവും. അധികം വൈകാതെ തന്നെ തീർച്ചയായിട്ടും ഇത് ആക്സെപ്റ്റഡ് ആവും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഇത് UK അയർലൻഡിലും ആക്സെപ്റ്റഡ് ആവും. കാരണം ഇത് കാനഡയിൽ ഇപ്പോൾ നേഴ്സുമാർക്ക് ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. അതായത് അവരുടെ നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിട്ട് PT അക്കാഡമിക്ക് കാനഡ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും UK അയർലൻഡും അധികം വൈകാതെ തന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് തന്നെ വാർത്തകളുണ്ട്. അത് നമുക്ക് ശുഭപ്രതീക്ഷയോടിരിക്കാം. അല്ല മറ്റ് യൂണിവേഴ്സിറ്റീസ്, കോളേജസിൻ്റെയൊക്കെ പർപ്പസസിനാണെങ്കിൽ തീർച്ചയായിട്ടും PT നിങ്ങൾക്ക് UK പോകാനോ അയർലൻഡിൽ പോകാനോ, അത് ജർമ്മനിക്കാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കാനഡ എവിടെ ആണെങ്കിലും PT ഇപ്പോൾ ആക്സെപ്റ്റഡ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സാം റെക്കഗ്നിഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഇത് എളുപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് സംഭവം ഞാൻ ദീർഘവർഷത്തോളങ്ങളോളം അതായത് 10 വർഷത്തിന് മുകളിൽ IELTSും OET ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് ഈസി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും ഇത് എന്താണ് PT എന്ന് പറയുന്നത് IELTSനെക്കാട്ടിലും OETയെക്കാട്ടിലും താരതമ്യേന എളുപ്പമാണെന്ന് എനിക്ക് വളരെ വ്യക്തതയോടുകൂടെ തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിന് റെസ്പോണ്ട് ചെയ്യാം. അല്ല എങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വയറീസിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണ്, അതായത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്, മറ്റ് പ്രൊഫഷനിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് PT ചൂസ് ചെയ്യാവുന്നതാണ്. താരതമ്യേന എളുപ്പമാണ്, ഫീസ് കുറവാണ്, എക്സാം ഫീസ് കുറവാണ്, ഭയങ്കര സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആണ്, എക്സാം റിസൾട്ട് പെട്ടെന്ന് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും PT നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും. നിങ്ങളത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.